Yes, Nandomar here. What? Sorry. ഫോറസ്റ്റ് ഗാർഡ് വരുന്നു, ഓടിക്കോ. ഇതാ സൂപ്രണ്ടിന്റെ കാറാണ്. അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. കമോ. എല്ലാവരും കൂടെ ഒന്നിച്ച് വരണ്ട. രണ്ടുപേരും ആ ഭാഗത്ത് നോക്ക്. നിങ്ങൾ ഇതിലേ പോ. താൻ എന്റെ കൂടെ വാ. കമാ. ഇനി അങ്ങോട്ട് തിക് ഫോറസ്റ്റ് ആണ് സാറേ. സർച്ച് ലൈറ്റ് ഇല്ലാതെ പോകാൻ ബുദ്ധിമുട്ടാണ്. നല്ല തണുപ്പുണ്ടല്ലോടാ രാജപ്പ. ശരിയാണ് ആശാനെ, തണുപ്പ് അറിയാതിരിക്കുന്ന ദിവസം മറ്റവൻ അടിച്ചാൽ മതി. പക്ഷെ ആശാൻ തൊടില്ലല്ലോ. അതെ, സ്വയബോധത്തോടെ വേണം വേട്ടക്കിറങ്ങാൻ. അല്ലെങ്കിൽ തോക്ക് അവനാന്റെ നെഞ്ഞത്തേക്ക് എന്നെ തിരിച്ചു പിടിച്ചെന്ന് വരും. വെടി വയ്ക്കാൻ അറിയാവുന്നവൻ എത്ര അടിച്ചാലും ഉന്നം പഴക്കില്ല. അതൊന്നും നീ പറയണ്ട. ഒരു കാലത്ത് ഞാനും വലിയ വെടിക്കാരൻ തന്നെ ആയിരുന്നു. എന്നാ വെടിയെന്നോ? എടാ, മുക്കത്ത് മൂസാന്ന് കേട്ടാലേ ആ കാണുന്ന മലയിലുള്ള വലിയ വലിയ മൃഗങ്ങളൊക്കെ കിടുകിട വെറുക്കായിരുന്നു. ഒരു ദിവസം ഞാൻ തോക്കേറ്റൊന്ന് വേട്ടക്കിറങ്ങി. കാട്ടിലോ അതോ കടലില്? എടാ, കാട്ടിലല്ലാണ്ട് ഓടാണ്ട മല എന്നാണ് വേട്ടക്കിറങ്ങല്. ഞാൻ തോക്കേറ്റ് മുന്നോട്ട് പോകുമ്പോ ഞാൻ നേരെ മുമ്പിൽ നിൽക്കണ്. ആര്? നമ്മുടെ ഈ ആശാനോ? ആശാനല്ലടാ, ഒരു കൊമ്പനാന. കൊമ്പൻ തലയും കുരിക്ക് എന്നെ കൊള്ളങ്ങനെ വരുമ്പം കൊടുത്ത് ഞാനൊരു പടി അതാ കിടക്കണു. ആനയോ? ആനല്ലടാ, ഞാൻ തന്നെ ചെയ്താനെ. എങ്ങനെ വീണെന്ന് ചോദിക്ക്. എങ്ങനെ വീണ്? സ്റ്റെപ്പ് തെറ്റിപ്പോയി. നിർത്തുന്നുണ്ടോ രണ്ടുപേരും? വാ വിളിച്ച രണ്ടും വീരന്മാരാ. വേട്ടയ്ക്ക് വരുമ്പോഴാ ചളവാടിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. വേട്ടക്ക് പോകുമ്പോ സൈലന്റ് ആയിരിക്കണം. ചിരിക്കല്ല.
കൊള്ളേ രാജപ്പാ, ചതിച്ചല്ലോ ആശാനെ. പിടിക്ക്. എന്നാ പിടി. വന്നത് വന്നു. ഇനിയിപ്പൊ അതും ഇതും ആലോചിച്ചിട്ട് എന്താ കാര്യം? നേരെ ഒരുപാടായി. വന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. നിയമത്തെ മറികടന്നിട്ടാ ഞാൻ അവന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തത്. എന്നോട് ഈ കള്ളന്മാരെയും കൊലയാളികളെയും കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോ ഒക്കെ മോള് പറയാറുള്ളതാ വേണ്ട വേണ്ടാന്ന്. അതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക വേണ്ടത്. ഓ, എന്റെ പൊന്നുമോക്ക് തൃപ്തിയായല്ലോ അല്ലേ? ഡാഡി തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ആ ഡോക്ടർ നിരപരാധിയാണെന്ന്. അയാളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പോ എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന്. അതിനുവേണ്ടി എന്ത് പ്രായശ്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. ഒന്നുമില്ല ഞാൻ എടുക്കാം. ഞാൻ ചെയ്തോളാം. ശരി. മുട്ടുകണക്കിയ എളുപ്പം കഴിഞ്ഞോളൂ. തുണിയാ എന്താ പേര്? രാഘവൻ. അപ്പൊ നാടും വീടും ഒക്കെ കുറച്ചകലിയ. ഇവിടെ എന്തിനു വന്നു? ഒരു ജോലി അന്വേഷിച്ചു വന്ന. അധികം സംസാരിക്കണ്ട. ഈ മരുന്ന് വെച്ചിട്ട് കുറച്ചേരം കിടന്നുറങ്ങിയ വേദന മാറിക്കോളൂ. ആ, നീ നേരത്തെ എണീറ്റ് ഇങ്ങോട്ട് പോകുന്നില്ലേ? നേരത്തെയോ? മണി എത്രയെന്നാ വാപ്പേന്റെ വിചാരം? പോരാ നേരം ഒരു 100 വട്ടം ഞാൻ വിളിച്ചു. അതിനെങ്ങനാണ് മോളെ? ബാപ്പ നേരം വെളുക്കാൻ കാലത്തല്ലേ വന്ന് കിടന്നത്? പിന്നെ നേരം വെളുക്കോളം മലമറിക്കലല്ലേ പണി? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അന്റെ ഉമ്മക്കല്ലേ അറിയുള്ളൂ ബാപ്പന്റെ ശൂരത. കാട്ടാന കാട്ടുപോത്ത്, കരടി പാമ്പ് കാട്ടുപോയി. ഇതൊക്കെ ഒരു കാലത്ത് മുക്കത്ത് മൂസാന്ന് കേട്ട കിടുകിട്ട വർക്കായിരുന്നു. മനസ്സിലായില്ലേ? മതി, രാവിലെ തന്നെ ബാപ്പ ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടിവെക്കല്ലേ. ആ, അതുപോട്ടെ. വേലാശാൻ എണീറ്റുണ്ടോ? എഴുന്നേറ്റ് അടുക്കളയിലുണ്ട്. ആ, ഒന്ന് പോയി നോക്കട്ടെ. തന്റെ വീട്ടിൽ വെപ്പും കൂടി ഒന്നും ഇല്ലടോ? ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ളത് പറയാലോ. ആശാന്റെ കൈ കൊണ്ട് കിട്ടുന്ന ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടല്ലോ, പുറമേ ഒരു ഗ്ലാസ് ബദാങ്കീർ കുടിച്ചാൽ കൂടി ഇത്ര സുഖം കിട്ടൂല. കൊച്ചുളുപ്പാങ്കാലത്ത് കയറി വന്നെ സൂചിപ്പിക്കല്ലേ മൂസ. ആശാന്റെ ഒരു കാര്യം. ഓ, അതോ? അതെ, ഒരു മാമൻ. ഒരു മാമൻ. അമ്മുക്കുട്ടി, അത് ഒരു പുത്തം പുതിയ മാമൻ. പുതിയ മാമനോ? ഞാൻ ആ മാമനോട് പിടിക്കട്ടെ. പിന്നെന്താ മോള് തന്റെ ഈ കാപ്പി കൊണ്ടുപോയി ആ മാമന് കൊടുക്ക. ആ, അപ്പൊ ഇഷ്ടം പോലെ വീണ്ടും ചെയ്യാം. അതെ. മോളുടെ പേരെന്താ? അമ്മു. മോളിവിടെ? എന്റെ വീടാ ഇത്. മാമന്റെ പേരെന്താ? രാഘവൻ. ഇത് എന്ത് പറ്റിയതാ? അത് മാമനൊന്ന് വീണതാ. ഒത്തിരി ചൊല്ലുന്നു. കുറച്ച്. ആഹാ, നിങ്ങൾ ലോഹിക്കാരായപ്പോഴേക്കും എന്റെ മോടെ മോളാ. അയ്യേ, ആരോരും ഇല്ലാത്തവനാണെന്നുള്ള തോന്നല് മറക്കുന്നത് ഇതിനെ കാണുമ്പോഴാ. എങ്ങനെയുണ്ട് രാഘവ? വേദന കുറവുണ്ടോ? എന്നാലേ
നിങ്ങൾ ആയുസിന്റെ നിങ്ങളൊന്ന് കൂട്ടിയാൽ മതി. ആശാന്റെ കാഞ്ചിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരൊറ്റ ജീവിയും ഇല്ല. അല്ലേ? കേട്ടില്ലേ? സന്ധ്യയാവുമ്പോഴേക്കും വേദന അല്പം കുറയും. ഇന്ന് തന്നെ പോയാൽ കൊള്ളാന്നുണ്ട്. എവിടെ പോവാൻ? മുറി ഉണങ്ങാൻ ഇനി 4-5 ദിവസം കൂടെ എടുക്കും. മാത്രമല്ല, ഒരു ജോലി അന്വേഷിച്ച് വന്ന ആളല്ലേ താൻ. എവിടെയെങ്കിലും എന്തെങ്കിലും തരപ്പെടുമോ നോക്കാം. നാട്ടിലുള്ള ഭീകര ജീവികളെക്കാൾ സ്നേഹമുള്ളവരാണ് ഈ കാട്ടിലുള്ളത്. നിങ്ങൾ ഒന്നും പേടിക്കാതെ ഇവിടെ ഇരുന്നോളി. കൊണ്ടുവരും.